യെസ്, എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. MLA ആണ് മുകേഷ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് കൂടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുകേഷിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു CPM എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല മറ്റ് പല ആളുകളോടും അഭിപ്രായം ചോദിക്കുമ്പോൾ അവരൊക്കെ മുകേഷിനെ ഒരു തരത്തിൽ പ്രതിരോധിക്കുന്ന ന്യായീകരിക്കുന്ന ഘട്ടത്തിലേക്കായിരുന്നു. എന്തായാലും ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മുകേഷിനെ സംരക്ഷിക്കാൻ ഇനിയിപ്പോൾ CPM മുന്നിട്ടിറങ്ങുമോ അതോ മുകേഷിനെ കൈവിടുമോ എന്നുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു രാജിയിലേക്ക് MLAക്ക് പോകേണ്ടി വരുന്ന ഒരു സാധ്യതയിലേക്കൊക്കെ കാര്യങ്ങൾ ഇനി കൊണ്ടുചെന്നെത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. RB സനൂപ് കൂടെ ചേരുന്നുണ്ട്. സനൂപ്, വളരെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു വാർത്ത കൂടിയാണ്. എത്തരത്തിലായിരിക്കും ഇതിനെ ഒരുപക്ഷെ കൈ പൊള്ളാതെ സമീപിക്കുക എന്ന നയം തന്നെയായിരിക്കും CPM സ്വീകരിക്കുന്നത്? മുകേഷിനെ കൈവിടുകയായിരിക്കുമോ ആ നയം? മുകേഷ് ഒരു സാധാ നടൻ മാത്രമല്ല, ഭരിക്കുന്ന പാർട്ടിയുടെ CPM-ന്റെ കൊല്ലത്ത് നിന്നുള്ള MLA കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുകേഷിനെതിരെ കേസെടുക്കുമ്പോൾ അത് രാഷ്ട്രീയപരമായിട്ടുള്ള മാനം അതിന് കൈവരിക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു കൊടുങ്കാറ്റായിട്ട് ആഞ്ഞു വീശുമ്പോൾ അതിൽ നടന്മാർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നു, പലരുടെയും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നു. അത്തരത്തിൽ മുകേഷിലേക്ക് വരുമ്പോൾ അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ മുകേഷിനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വന്നിരുന്നു. എന്തായാലും അതിൽ നിന്ന് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ സർക്കാർ മുകേഷിന്മേൽ സമ്മർദ്ദം ചെലുത്തി ഒരു സ്വമേധയാ അതിൽ നിന്ന് മാറുന്ന തരത്തിൽ അതിൽ നിന്ന് രാജിവെച്ച് പോകണമെന്നുള്ള കാര്യമായിരിക്കും CPM മുകേഷിനോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ അവിടെ അപ്പോഴും ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കണോ എന്നുള്ളതിലാണ് വലിയ രീതിയിലുള്ള ചർച്ച വരാനുള്ള സാധ്യത. പ്രതിപക്ഷം നേരത്തെ തന്നെ MLAയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുന്നുണ്ട്. ഈ യുവജന സംഘടനകളെല്ലാം തന്നെ മുകേഷിന്റെ വീട്ടിലേക്കും മറ്റുമൊക്കെ പ്രതിഷേധ സംഘടനകൾ നടത്തിയിരുന്നു. 100 സ്ത്രീകൾ ഒപ്പിട്ട ഒരു പരാതി സർക്കാർ മുമ്പാകെ വന്നിട്ടുണ്ട്. മുകേഷിനെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. ഇതെല്ലാം സർക്കാരിന്റെ മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും സർക്കാരിന് ഇതൊരു വെല്ലുവിളിയാണ്. ഏത് തരത്തിൽ മുകേഷിന്റെ കാര്യത്തിൽ ഇടപെടണം എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലുമുണ്ട്. എന്തായാലും മുകേഷിനെ ന്യായീകരിക്കാൻ വേണ്ടി പാർട്ടി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ദേശീയ നേതാക്കളടക്കം അവരുടെ നിലപാട്, സ്ത്രീ നേതാക്കൾ അടക്കം അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ബൃന്ദ കാരട്ട് മുകേഷിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. CPM-ന്റെ ഏറ്റവും വലിയ ഘടകകക്ഷിയായിട്ടുള്ള CPI-യുടെ ദേശീയ നേതാവായിട്ടുള്ള ആനി രാജ ഉൾപ്പെടെ മുകേഷ് ഈ MLA സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു ആവശ്യം പലതവണയായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ MLA സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണോ വേണ്ടോ എന്നുള്ളതിൽ CPM-ആണ് തീരുമാനമെടുക്കേണ്ടത്. നേരത്തെ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ MLA-മാർക്കെതിരെ വന്നിരുന്നു. അപ്പോഴൊന്നും തന്നെ ആരും MLA സ്ഥാനം രാജിവെച്ചിരുന്നില്ല. M. വിൻസെന്റ് MLA-ക്കെതിരെ ആരോപണം വന്നിരുന്നു. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ആരോപണം വന്നിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും തന്നെ ഇത്തരത്തിൽ അവർ മാറി നിന്നില്ല. അപ്പോൾ ആ ഒരു കാര്യമായിരിക്കും ഒരുപക്ഷെ ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണം ഉയർന്നു വരുമ്പോൾ CPM പ്രതിരോധം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുക. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി CPM-ആണ് തീരുമാനമെടുക്കേണ്ടത്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് നടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ തന്നെയാണ് കാര്യം. കാരണം CPI അടക്കം ഘടകകക്ഷികളടക്കം അവരുടെ വനിതാ നേതാക്കളടക്കം മാത്രമല്ല എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരും അടക്കമുള്ള വനിതകളൊക്കെ മുകേഷിനെതിരെ നടപടിയെടുക്കണമെന്ന് സർക്കാരിനോട് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതും. ഈ ഒരു സാഹചര്യത്തിൽ മുൻപ് M. വിൻസെന്റ് MLA എൽദോസ് കുന്നപ്പള്ളിയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്ര സമയം ന്യായീകരിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമുണ്ട്. കേസിന്റെ തുടർ നടപടികളുണ്ടാകും. ഒരുപക്ഷെ ഇനിയും കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നതൊക്കെ കണക്കിലെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരസ്യമായ ഒരു പ്രതിരോധം മുകേഷിന് വേണ്ടി തീർക്കൽ ഉണ്ടാകുമോ? പരസ്യമായിട്ട് ഒരു ന്യായീകരണം, അതായത് മുകേഷിനെ ന്യായീകരിച്ചുകൊണ്ട് CPI രംഗത്ത് വരാനുള്ള സാധ്യത കുറവാണ്. അതിലെ അതൃപ്തി പരാതിയായിട്ട് മുകേഷ് തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. തനിക്കൊരു സംരക്ഷണം തീർക്കാൻ വേണ്ടി പാർട്ടി നേതാക്കളാരും തന്നെ വന്നിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ പാർട്ടി എങ്ങനെ ഒരു സംരക്ഷണ വലയം തീർക്കുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെ നിലവിൽ മുകേഷ് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ ഒരു വിശദീകരണം ഒക്കെ കൊടുക്കട്ടെ എന്നുള്ള കാര്യമാണ്. ആ ഒരു തവണ, അതായത് ഈ നടിയുടെ ആരോപണം വന്ന സമയത്ത് തന്നെ മുകേഷ് ഒരു വിശദീകരണം നൽകിയത്. പക്ഷേ അതിൽ പോലും ഒരു സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണം നോട്ടീസാണ്, വിശദീകരണ കുറിപ്പാണ് നൽകിയത്. അതിൽ വലിയ രീതിയിലുള്ള അതൃപ്തി പാർട്ടിക്ക് അകത്ത് തന്നെ ഉണ്ട്. കാരണം ഒരു സമുദായത്തെ
കൂടെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശദീകരണം നൽകേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു കാര്യം പാർട്ടി നേതൃത്വങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഇനി ഇക്കാര്യത്തിൽ CPM-ന്റെ ഒരു സംരക്ഷണ വലയം മുകേഷിന് മേൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് മുമ്പോട്ട് പോകണോ എന്നുള്ളതിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കാരണം എന്തായാലും CPM ഉയർത്താൻ പോകുന്ന വാദം നേരത്തെ സൂചിപ്പിച്ചതുപോലെ M. വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളി ഒന്നും തന്നെ ആരോപണങ്ങൾ വന്ന സമയത്ത് MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറായില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മുകേഷിന്റെ കാര്യത്തിൽ വരുമ്പോഴേക്കും അവിടെയും വേറിട്ടൊരു സമീപനത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു പ്രതിരോധം ഒരുപക്ഷെ തീർക്കും. പക്ഷേ മുകേഷിനെ ന്യായീകരിക്കാൻ വേണ്ടി CPM എന്തായാലും മുന്നോട്ട് വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.